ഒരു വിപത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു മോണോയാക്റ്റാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അണ്ണാരക്കണ്ണ പൂവാല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടല്ലേ, കാലൊന്ന് തെറ്റിയാലയ്യോ പോയി. അണ്ണാരക്കണ്ണ പൂവാല എടി സരില്ലേ, എടി സരില്ലേ. അയ്യോ എന്തു എന്റെ മനുഷ്യ, രാവിലെ കള്ളും കുടിച്ചിട്ടിങ്ങ് പോരും. നിങ്ങൾ ഇത് കേൾക്കണം. ഒരു KCB ഉദ്യോഗസ്ഥനാ. ബില്ലടച്ചറേ അടയ്ക്കാത്തറേ എല്ലാം വീട്ടിൽ കയറി അങ്ങ് ഫ്യൂസ് ഊരിയിട്ട് വരും. അണ്ട് ഇതിനൊക്കെ സമാധാനം പറയേണ്ട ആരാ? ഈ വീട്ടിലിരിക്കുന്ന ഞാൻ. +1 പഠിക്കുന്ന ചെറുക്കനാ. അവനാണെങ്കിൽ ഫീസ് അടക്കണം എന്നും പറഞ്ഞിട്ട് എത്ര മാസമായെന്നറിയോ? അതിനെന്താ ഇന്ന് വന്നിട്ടുണ്ടല്ലോ, ഇന്നാ പിടിച്ചോ. ഇതേ കരണ്ടെ കുത്തുന്ന ഫ്യൂസാ. ഞാൻ ചോദിച്ചത് ഫീസാ. അവനാണെങ്കിൽ ബൈക്ക് വേണം എന്നും പറഞ്ഞ് ഭയങ്കരല്ല. പുതിയ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് അത്ര. എംഡിഎമ്മേ 10,000 രൂപയുള്ളെന്നാണ് അവൻ പറഞ്ഞത്. 10,000 ഉള്ളൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കാതിൽ കിടക്കുന്ന കമ്മലം ഊരി കൊടുക്ക്. അവന്റെ സോക്കേടങ്ങ് തീരട്ടെ. അങ്ങനെ എന്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഊരിയിട്ട് നിങ്ങളുടെ ചെറുക്കന്റെ സോക്കേട് കേൾക്കണ്ട. വേണമെങ്കിൽ വല്ല ലോണും കാണും എടുക്കാം. ലോണെങ്കിൽ ലോണ്. നീ പോയി എന്റെ മോനെ വിളിച്ചിട്ട് വന്നേ. മോനെ കുട്ടാ. എന്തു വച്ചാ എന്നെ വിളിച്ചോ? നിനക്കെന്തോ ബൈക്ക് വേണമെന്നൊക്കെ MDMA. സത്യമാണോടാ? അതച്ചാ പുതിയൊരു ബൈക്കാ. 10,000 രൂപയുള്ളൂ. ബൈക്ക് എങ്കിൽ ബൈക്ക് വാങ്ങിക്കുമ്പോ നല്ലത് നോക്കി വാങ്ങിക്കണം, അല്ല വഴിക്കൊന്നും കിടക്കരുത്. ആ ശരി അച്ഛാ. ഹലോ ഡാ, ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞത് ബൈക്കാണ്, എല്ലാരും വിശ്വസിച്ച്. ആ ശരിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ സ്കൂളിലോട്ട് പോ പെട്ടെന്ന്. അവിടെ മതിലിന് മുന്നിൽ റോണി വന്നിട്ടുണ്ട്. ആ ശരി. പിന്നെ ഒറ്റയ്ക്കൊന്നും ഓടിക്കാന്ന് വിചാരിക്കണ്ട, അവളുമാർ കൂടി കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം അവളുമാര് നമുക്ക് കൂടി തന്ന. ആ ശരിടാ. ഹലോ, ഇത് ഓമനക്കുട്ടനല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിലെ SI ആണ്. അതിനെന്താ സാറേ, ഞാൻ അവിടുത്തെ ഫ്യൂസ് ഒന്നും ഊരിയിട്ടില്ലോ. സത്യമായിട്ടും അതിന് താങ്കളൊന്നും ചെയ്യില്ലോ. താങ്കളുടെ മോനില്ലേ കാർത്തിക് ഇപ്പോൾ MDMA ആയിട്ട് കസ്റ്റഡിയിലുണ്ട്. വേഗം വരണം. ഹലോ സാറേ. ഹലോ മെമ്പറെ, ബൈക്ക് വാങ്ങിക്കാൻ പോയ എന്റെ മോനെ പോലീസ് നോക്കി. മെമ്പറെ എന്റെ വിഷ്ണുവായിട്ട് ഒരു കയ്യബദ്ധം. വീട് എഴുതി കൊടുക്കുന്നതിന്റെ അവിടെ കക്കൂസ് എഴുതി പോയി. ചീത്ത പറയല്ലേ. എന്തോ കുട്ടാ കാര്യം? MDMA ബൈക്ക് വാങ്ങിക്കാൻ പോയ എന്റെ മോനെ പോലീസ് നോക്കി. എന്തോ കുട്ടായി പറയുന്നേ? MDMA ബൈക്കാണോ? അതൊരു കഞ്ചാവ് പോലത്തെ ഒരു മയക്കുമരുന്നാണ്. ഇപ്പോൾ മുട്ടായായും ഗുളികകളുമായും ഇപ്പോൾ സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. എന്നാ വാ കുട്ടാ, നമുക്കിനി പോലീസ് സ്റ്റേഷനിൽ പോവാം. സാറേ, ഇതാണ് ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയും. സത്യത്തിൽ ഇതാണ് കാർത്തിക്കിന്റെ അച്ഛനും അമ്മയും. സത്യത്തിൽ എന്താ സാറേ ഉണ്ടായത്? ആ മെമ്പറോ? സത്യത്തിൽ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അത് കേട്ട് പോയപ്പോഴാണ് ഇവന്മാരെ പൊക്കിയത്. രാവിലെ ബൈക്ക് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞോണ്ട ഇവൻ വീട്ടിൽ നിന്ന് പൈസ എടുത്തോണ്ട് ഇറങ്ങിയത്. കണ്ടില്ലടാ നിന്റെ അമ്മ എന്ന് കരയുന്നത്. നീ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ ആരെങ്കിലും ഓർത്തോ? ഒറ്റ മോനല്ലേ എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ സ്നേഹിച്ചു വളർത്തിയത്. അച്ഛൻ എപ്പോഴും കുടിച്ചിട്ടല്ലേ വരാറ്, പിന്നെ എനിക്കെന്താ ചെയ്ത? ആഹാ, അപ്പൊ അച്ഛൻ ഇങ്ങനെ, പിന്നെ എങ്ങനെ മോൻ നന്നാവാ? ഇനി ഇവനെ നമുക്ക് കൊണ്ടുപോയി ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവിടാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കേട്ടില്ലേ സരില്ലേ? ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെ പോലുള്ള ആൾക്കാരും പിന്നെ ഡോക്ടർമാരെ കൊണ്ട് ഇവനെ നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സമൂഹത്തിൽ ലഹരി ഉപയോഗിച്ച് കുറെ കുട്ടികളുടെ ജീവിതം നശിച്ചു പോകും. ഇതിന് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം.